ടോമിയുടെ ഇന്നലെ കുറച്ച് മഞ്ഞൾ അല്ലേ ഇത് കാണുന്നത് കംപ്ലീറ്റ് കഴുകി അടിപൊളി വൃത്തിയാക്കി പുഴുങ്ങാൻ പോണ്. പുഴുങ്ങണ പരിപാടി നിങ്ങൾ കാണുക. ഇതുപോലെ വൃത്തിയാക്കി മോട്ടറെടുത്ത് കഴുകി അടപ്പത്ത് വെച്ച് പുഴുങ്ങുക. കണ്ടോ? അത് വെറുതെ വാരി അതിൻ്റെ ജാരും പേരൊന്നും കളയാതെ വെറുതെ വാരി പാത്രത്തിലാക്കി അടപ്പത്ത് വെച്ചല്ല ചെയ്യില്ല. ഇതുപോലെ വൃത്തിയാക്കി കഴുകുക. ഇതാ അപ്പം മണ്ണില്ല എന്നാലും കഴുകണമെങ്കിൽ 4 പേരൊക്കെ പോയി നന്നായിട്ട് കഴുകുക. 3 പ്രാവശ്യം കഴുകുക. കഴിഞ്ഞതിന് ശേഷം ഇത് അടപ്പത്ത് വെച്ച് മുരിഞ്ഞ് ചിരയുടെ മുകളിലൊക്കെ കറക്കം വെച്ചാൽ പായ വിരിച്ചിടണം. പായ എന്ന് വെച്ചാൽ ചീറ്റ്, അല്ലെങ്കിൽ അതിനുള്ള മണ്ണ് ഈ പുഴുക്കൽമ പിടിക്കുമ്പോൾ നമ്മൾ പൊടിക്കാൻ കൂടുമ്പോൾ മണ്ണതിൽ കൂടും. അപ്പോൾ എന്ത് ചെയ്യണം? അടിയിൽ ഒന്നിനെ ചാക്ക് പൊളിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ തീറ്റ് മേടിച്ചോ ഇട്ടതിന് ശേഷം കൂട്ടിയിടുക. പുഴുങ്ങിയതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തിൽ ഇപ്പോൾ പുഴുങ്ങാൻ പോവാണ്. നാളെ രാവിലെ ഇത് പരത്തിയിടുക. ഈ കാണുന്ന തള്ളേനെയൊക്കെ ഒന്ന് പൊളിക്കുക. കേൾക്കണ്ട? ഈ തള്ളേനെയൊക്കെ ഒന്ന് പൊളിച്ചിടുക. ഇപ്പോൾ വേണ്ട, വെന്തതിന് ശേഷം പൊളിച്ചാൽ മതി. കണ്ടതേ ഈ കാണുന്ന തള്ളേനെയൊക്കെ ഒന്ന് പൊളിച്ചിടുക. അപ്പോൾ വേഗം ഉണങ്ങും. അല്ലെങ്കിൽ അത് ഉണങ്ങില്ല. എന്തോരം വെയിലും ഉണ്ടാലും അത് ഉണങ്ങില്ല. ഇതുപോലെ സത്യസന്ധമായി ഇത്ര നല്ല രീതിയിലും ഇത് വെറുതെ കാട്ടുന്ന സഹോദരങ്ങളെ, നിങ്ങളിത് കണ്ടു പഠിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. അല്ല, ഇന്നത്തെ മണ്ണോ പിന്നെ ചെടികളൊക്കെ പോയി. എന്നിട്ട് ഇത് കഴുകി വാരി അടപ്പത്ത് വെച്ച് തീ കൂട്ടാം. പരിപാടി ആരംഭിക്കാൻ പോകും. കളി തുടങ്ങിയിട്ടുള്ളൂ. കളി തുടങ്ങാൻ പോയി. വേണ്ട കടകൾ വേണ്ട. ഈ കടകളൊക്കെ തൊണ്ടുണിയാണ് നിർത്താൻ പോണു. കഴുകി ഇത് വാരിടാൻ പോണു. കണ്ടേ? കണ്ട? ഇനി മഞ്ഞൾ പുഴുങ്ങുന്ന തിരക്കിലാണ്. ഇതുപോലെ വൃത്തിയാക്കി വാരി മണ്ണൊക്കെ കളഞ്ഞു, മണ്ണും ഞാരും വേരൊക്കെ കളഞ്ഞു. ഇത് പുഴുങ്ങാൻ പോവാണ്. കണ്ട? ഇതുപോലെ വൃത്തിയാക്കി വാരി ഉണക്കി തരുന്ന സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടണ്ട? ഇവിടെ തരുന്ന ഓരോ സാധനങ്ങളും സത്യസന്ധമായി ക്ലിയറൻസ് ചെയ്ത് വൃത്തിയാക്കിയിട്ടൊക്കെ കൊടുക്കുള്ളൂ. അല്ല വെറുതെ വാരി കോരി കൊടുക്കല്ല. ഇത് പുഴുങ്ങുന്നത് നിങ്ങൾ കാണുക, ഇത് കണ്ട് മനസ്സിലാക്കുക. നല്ല സാധനങ്ങൾ മേടിച്ച് ഉപയോഗിച്ചാൽ നമുക്കൊരു 2 വർഷവും 3 വർഷം കൂടുതൽ ജീവിക്കാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ഇത് കാണുക. ഇതിപ്പോൾ ഒരു കൂട്ടുകളെ ഈ കൊടുക്കണത് കാണണേ. അടുത്ത് നിർത്തി ഈ കൊടുത്തു. മഞ്ഞൾ പുതുങ്ങാൻ തീ കൊടുത്തു. ഇതിപ്പോ ഈ കത്തകളും കാണാൻ ഇതിപ്പോ പുതുങ്ങാനുള്ള തിരക്കിലാണ്. ഇതുപോലെ കഷ്ടപ്പാട് കഴിച്ചിട്ടാണ് സുഹൃത്തുക്കളെ
പുഴുങ്ങാനുള്ള തിരക്കിലാണ്. ഇനി വെള്ളം ഒഴിക്കണം. അടപ്പത്ത് വെച്ചു. ഇനി വെള്ളം ഒഴിക്കാൻ പോവാ. വെള്ളം ഒഴിക്കില്ല. നിറച്ച് വെള്ളം ഒഴിക്കുക. ഈ ഒഴിക്കുന്നത് കാണുക. മതി, ഇത്ര വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിക്കൽ കഴിഞ്ഞു. ഇതിന് കുറച്ചുകൂടി വാരി ഇടണം. സുഹൃത്തുക്കളെ, ഇനിയിപ്പോ തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള പണികളാണ് ചെയ്യുന്നത്. ഈ പറമ്പുകളിൽ നിന്നുള്ള ഇവിടെ വിറകൊക്കെ വാരി കൊണ്ടുവന്നു ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നവരെ ഇത് കത്തിച്ചോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇത് തിളച്ച് ശരിയായിക്കോളും. അപ്പൊ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു ചാക്കിട്ട് മൂടിയാൽ വേഗം വേവും. അത് കഴിഞ്ഞ് ഉച്ചി മുകളിൽ കൊണ്ടിടണം. അവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അല്ല ടോം ചേട്ടാ, ഇതിപ്പോ ഈ വട്ടയിൽ ഇങ്ങനെ ഇളക്കാൻ പറ്റുമോ? ഒന്നും ഇളക്കണ്ട. അപ്പൊ എന്തിനു ചെയ്യേണ്ടത്? തന്നെ തിളച്ചോളും. അത് കഴിഞ്ഞിട്ട് തന്നെ തിളച്ച് വേവും. അല്ല, ഒരു ചാക്കിട്ട് മൂടാനായിരിക്കും. തിളച്ച് നന്നായിട്ട് തിളച്ച് പൊന്തിയതിന് ശേഷം ചാക്കിട്ട് മൂടി വയ്ക്കും. ചാക്കിട്ട് മൂടുക. വെറുതെ ഒരു ചാക്കിന് മുകളിലിടാ, തുണിച്ചാക്ക്. അപ്പൊ അതിന്റെ ആവി അടിച്ച് മുകൾ ഭാഗം ബാക്കിയുള്ള കൂടി ഒന്ന് വെന്ത് കിട്ടും അല്ലേ? ശരി. വേണമെങ്കിൽ ഒന്ന് ഇളക്കി അപ്പൊ കൂട്ടിയാൽ മതി. അപ്പൊ വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൂട്ടാം. ഇതാണ് മഞ്ഞൾ പുഴുങ്ങുന്ന സംഭവം. മഞ്ഞള് ഇതുപോലെ സത്യസന്ധമായി, ഇതുപോലെ ഇത്ര ക്ലിയറായി ഉണക്കി പൊടിച്ച് പുഴുങ്ങി നിങ്ങളുടെ കൈകളിലേക്ക് തരികയാണ്. ഒരു കളവോ അല്ല. അപ്പൊ അതെ ചേട്ടന് സ്വന്തമായിട്ട് മില്ലുണ്ടോ? അല്ലെങ്കിൽ കടകളിൽ കൊണ്ടേ പൊടിക്കല്ലേ? സത്യസന്ധമായി ഉണക്കി കഴുകി വാരി ഉണക്കി അതിൻ്റെ ഞാരും വേരൊക്കെ കളഞ്ഞ് പുഴുങ്ങി ഷീറ്റ് വിരിച്ച് ഷീറ്റിലിട്ട് ഉണക്കിയതിന് ശേഷം ഒരു 15 ദിവസത്തോളം വെയിൽ കൊള്ളിച്ചാൽ, ഒരു 15-20 ദിവസം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇതിനെ ഇടയ്ക്ക് ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് പരത്തി നെല്ല് ചിക്കണമാല് ചിക്കിയിടുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചിക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് ഒരുപോലെ ഉണങ്ങിക്കിട്ടും. ഒരു 15 ദിവസം കൊണ്ട് കഴിയുമ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ കടയിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ച് എൻ്റെ വീട്ടാവശ്യത്തിന് എടുക്കും, ബാക്കിയുള്ളത് വിൽപ്പനയ്ക്കാണ്. വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞാൽ കിലോ 250 രൂപയ്ക്കാണ് കൊടുക്കണേ. പലയിടത്തും 300 രൂപയുണ്ട്. പക്ഷേ ഞങ്ങൾ കാശ് കൂടുതൽ മേടിക്കില്ല, 250 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ടോമിച്ചേട്ടാ, ഇന്നലെ ഇത് പുഴുങ്ങി. അതെ. ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? കട്ട് ചെയ്ത് വെക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലെ ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ട്. ആ വീഡിയോ പിടിച്ചതിൻ്റെ ബാലൻസുള്ള ഭാഗങ്ങളൊക്കെ ഇടാൻ പോണേ. ഇത് ഇന്നലെ പുഴുങ്ങി വാർക്കമുകളിൽ കൊണ്ടുവന്ന് ഷീറ്റിലേക്ക് ഇട്ടേക്കണം. ഷീറ്റിലിട്ടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ കോൺക്രീറ്റുമുള്ള മണ്ണ് ഇതുമൊക്കെ അത് കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഷീറ്റിലിട്ടേക്കണം. അപ്പോൾ ഇത് ഇന്നലെ പുഴുങ്ങൽ കഴിഞ്ഞ് വാരി കൂട്ടി ഇത് പരത്തിടാൻ പോകും. പരത്തിട്ടുള്ളപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇത് പൊളിക്കണം. ഈ തള്ളേനെ എനിക്കിപ്പോൾ സമയക്കുറവ് കൊണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വെള്ളം കൊണ്ട് കൊടുത്ത് നിൽക്കുന്നതിൻ്റെ ലക്ഷണമൊക്കെ അല്ല. അപ്പോൾ അതിൻ്റെ പേര് തിരക്കുള്ളത് കൊണ്ടാണ് ഇത് പൊളിക്കാണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ 4 പൊളിക്കണം. കണ്ട, അതേ പുഴുങ്ങിയതിൻ്റെ അടയാളം കാണണം. പച്ചും പുഴുങ്ങി നിങ്ങൾക്ക് കണ്ടറിയാലോ. ഇതിങ്ങനെ 4 കഷ്ണമാക്കി 4 5 അതെ ഇതുപോലെ പൊളിച്ച് തള്ളേനെ പൊളിച്ചത് ഇങ്ങനെ ഇടണം. കണ്ട, പുഴുങ്ങിയതിൻ്റെ അടയാളം കാണണതേ. കണ്ട,
ഓരോ തലയിലും ഞാരും പേരൊക്കെ കളഞ്ഞ് പുഴുങ്ങിയിട്ട് അതേ കണ്ട പുഴുങ്ങിയത് പച്ച പുളിക്ക് എങ്ങനെ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കുക. പുഴുങ്ങിയേക്കുന്ന സാധനമാണെങ്കിൽ ഇത് പരത്താൻ പോകണത് കണ്ട ഇതുപോലെ പൊളിച്ച് ഇടണം. എനിക്കിപ്പോൾ ഇത്തിരി സമയം കുറവുണ്ട്, അതിൻ്റെ പേരിലാണ് ഇത് പൊളിക്കാൻ നിൽക്കാത്തത്. ഇതുപോലെ പൊളിച്ചിട്ടാൽ ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കൊണ്ടുപോയി പൊടിച്ചാൽ ഇത് വിഷമില്ലാത്ത ജൈവ രീതിയിലുള്ള സാധനങ്ങൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ അല്ല ഇത് ജനങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ ഭക്ഷണങ്ങളിലും ഇതിട്ട് ഉപയോഗിക്കണം. പണ്ട് കാലത്ത് ഇതിനൊരു വില ഉണ്ടായില്ല. ഇന്ന് ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കൃഷി ചെയ്യാൻ ആളില്ല. ഈ കൃഷിയെ നിങ്ങളിത് കണ്ടു പഠിക്കണം. ഇതുപോലത്തെ വിഷമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് ആരോഗ്യ ഭക്ഷണത്തിലൂടെ നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ അതിലോരെ തരിയിട്ട് കഴിക്കുന്നത് അത്രയും ഔഷധ ഗുണമുള്ള മരുന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടു പഠിക്കുക, ഇതുപോലത്തെ നല്ല സാധനങ്ങൾ മേടിക്കുക, ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ എൻ്റെ ബന്ധു അതുപോലെ തന്നെ മുൻകാല പാർട്ടിയുടെ ഒരു മെമ്പറായിരുന്ന തോമസിനോട് കുറച്ച് കാര്യങ്ങൾ പറയും. ടോം ചേട്ടൻ്റെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു. നമ്മളിനി ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ജൈവ കർഷകനാണ് ശ്രീ ടോമി കള്ളിയത്ത്. വർഷങ്ങളായി അദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ കുറച്ച് നാൾ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും കുറച്ചധികം നാളായി അദ്ദേഹം നാട്ടിൽ ജൈവ കൃഷി, പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്നു. പാവയ്ക്ക, വെണ്ടയ്ക്ക, കുമ്പളങ്ങ, മത്തങ്ങ, പടവലം, വെണ്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ആൾ പച്ചക്കറിയുണ്ട്. ഇപ്പം കൂടാതെ ഇപ്പോൾ ആൾ മഞ്ഞളിൻ്റെ കൃഷി കൂടി ചെയ്യുന്നു. നമുക്കറിയാം മഞ്ഞൾ നമ്മളുടെ നിത്യോപയോഗ ആഹാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഏത് ആഹാരത്തിലും നമ്മൾ മഞ്ഞൾ ഇടുന്നത് നല്ലതാണ്. ഇത് നമ്മളുടെ മറ്റേ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ അകറ്റി നിർത്താനും ഒരു പരിധിവരെ മഞ്ഞളിന് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കർഷകൻ ടോമിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഓണം, വിഷു, ഈസ്റ്ററൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റേതായ പച്ചക്കറിയുടെ ഒരു വിഹിതം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, ഒരു പൈസയും വാങ്ങിക്കാതെ. അതിവിടെ പള്ളിയുടെ നടയിൽ അവിടെ കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ അവിടുത്തെ അച്ഛനും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള ഏതെങ്കിലും മെമ്പർമാരൊക്കെ വരും, അതിൻ്റെ ഉദ്ഘാടനം നടത്തും. അത് അദ്ദേഹം ഓരോ കിറ്റെടുത്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കർഷകനെ നമ്മൾ ആദരിക്കാനും അതുപോലെ ബഹുമാനിക്കാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ മടി കാട്ടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ടാണ്, തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, തിരുവാതിര ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ വിശദമായിട്ട് കാട്ടിത്തരാത്തത്. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചിട്ടെങ്കിൽ മാത്രമേ ഞാൻ കണ്ട പുഴുങ്ങിയതിൻ്റെ അടയാളം കാണുന്നു. നിങ്ങൾ കണ്ടോ? കണ്ടതേ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതുപോലെ ഇതിൻ്റെ കീടങ്ങൾ ഇതുപോലെ ഇതിൻ്റെ നാരും വീരൊക്കെ കളഞ്ഞ് കണ്ടോ? ഈ പൊളിച്ചാൽ കണ്ടതേ സുഹൃത്തുക്കളെ, ഇതുപോലെ പൊളിച്ച് കണ്ട ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉണക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുങ്ങിയതിൻ്റെ അടയാളം കാണണം. കണ്ടത് അത് പൊളിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും. എന്നിട്ട് ഇത് കൊണ്ടുപോയി 15 ദിവസത്തോളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോയി ഉണക്കി പൊടിക്കുക. ഇത് കാട്ടുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ചെയ്യാനും ഇത് കണ്ട് പഠിക്കാനും ഇത് കണ്ട് വളരുന്നതിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്താ ടോമി ചേട്ടൻ ആ ടാർപ്പായിൽ നിന്ന് വർത്തിയിട്ടൊക്കെ കേട്ടോ. ഉണ്ടോ? ഇതേമാതിരി കൃഷി ചെയ്യുക, ഇത് കണ്ടുപിടിക്കുക. എന്താ പരത്തി കഴിഞ്ഞാണ് ടോമി ചേട്ടോ. ഈ മഞ്ഞൾ പുഴുങ്ങിയ വെള്ളമല്ലേ അത്? അതെ, മഞ്ഞൾ ഇന്നലെ പുഴുങ്ങിയ വെള്ളം. സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ ഒരു മാസം മുന്നേ പറഞ്ഞിരുന്നു, മഞ്ഞൾ പുഴുങ്ങി അതിൻ്റെ വെള്ളം കുടിച്ചാൽ, അതിൻ്റെ നീര് കുടിച്ചാൽ എല്ലാ രോഗങ്ങളും വ്യത്യാസമുണ്ടാവും. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, ഷുഗർ രോഗികൾ, ഇതിൻ്റെ ഒരു തുള്ളി വെള്ളം, ഇതിൻ്റെ അല്ല, ഇങ്ങനെയുള്ള മഞ്ഞൾ കഴുകി പുഴുങ്ങി ഉണക്കുന്നതിൻ്റെ വെള്ളം കുടിച്ചാൽ ആരോഗ്യത്തിന് വളരെ ഔഷധ ഗുണമാണ്. ഇത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുടിച്ചാൽ ഇങ്ങനെ 2 രോഗികളായിട്ടുള്ളവർ 2 കൊല്ലം കൂടുതൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ
സത്യസന്ധമായ ഒരു കൃഷിക്കാരൻ. ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഗ്യാരണ്ടി അല്ല ടോമി പറയുന്നത്. ടോമി പറയുന്നത് ഗ്യാരണ്ടി സത്യസന്ധമായ ഗ്യാരണ്ടി ആയിരിക്കും. നുണയോ ചതിയോ ഇല്ല, സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു തരി വെള്ളം ഞാൻ കുടിക്കാൻ പോകണത് നിങ്ങളിത് കാണുക. ഇതിന് വേറൊരു കൃത്യമില്ല. ഇത് ഇന്നലെ പുഴുങ്ങി ഉണക്കി അതിൻ്റെ ഉണക്കൽ വാരി മുകളിൽ കൊണ്ടിട്ട് അതിൻ്റെ നീരാണ് ഈ കുടിക്കാൻ പോണതേ. കാണാതെ ആ നീര് ഇതേ ഇത്തിരി എടുക്കണതേ. ഇത്ര നീരെടുത്തു. ഇതേ ഇതിനും കൂടുതൽ കുടിക്കും, പക്ഷെ ഇപ്പൊക്കെ എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതേ ഇതല്ല, ഇതിനും കൂടുതൽ കുടിക്കും. പക്ഷെ അതെ അരക്കപ്പോളം ഞാൻ എടുത്തു. ഇതേ അതിൽ കുറച്ച് വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം കൂട്ടണം. ഇതൊരു കൃഷിക്കാരൻ ചെയ്യുന്ന, മറ്റുള്ളവർ കണ്ടുപഠിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്നതിന് വേണ്ടി, രോഗങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി, രോഗങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി, പൈസ കൂടുതലുള്ളവർ ബാങ്കുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ അവരോട് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. സത്യസന്ധമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് കാണണം, ഇത് നിങ്ങൾ കണ്ടു പഠിക്കണം, മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു നൽകണം. സുഹൃത്തുക്കളെ, ഇത് കണ്ട് നിങ്ങൾ വളരണം. ഈ ചെയ്യുന്ന പ്രവൃത്തി ഇത് നിങ്ങൾ കാണുക, പഠിക്കുക. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യുക. ആ കൃഷി ചെയ്യുന്ന ഇതിൻ്റെ നീര് ഊറ്റി എടുത്തു വെച്ചാൽ കുറച്ചധികം നാൾ വയ്ക്കാം. സ്ഥിരമായിട്ട് കുടിക്കരുത് കേട്ടോ. അത് പറഞ്ഞത് വല്ലപ്പോഴും ഒരു ഗ്ലാസ് കുടിക്കുന്നത് ശരീരത്തിന് വളരെ ഔഷധ ഗുണമുള്ള. കഴുകി വാരി ഉണക്കണം കേട്ടോ. കഴുകി വാരി പുഴുങ്ങി ഉണക്കുന്നതിൻ്റെ വെള്ളം കുടിക്കാം. നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് അത് കഴുകി പുഴുങ്ങി എടുത്തതിൻ്റെ നീര് കുടിക്കണം. അപ്പോൾ ഇത് ഞാൻ കുടിക്കാൻ പോകുന്നത് നിങ്ങൾ കാണുക. നിങ്ങളോട് സത്യമാണ് പറയുന്നത്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കാതെ. ഇത് കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. എനിക്ക് 58 വയസ്സായി സുഹൃത്തുക്കളെ, ഇന്ന് വரைക്കും ഒരു അസുഖമില്ല. കൂടുതൽ ജൈവ പച്ചക്കറികൾ ഉപയോഗിക്കുക, ബ്ലോക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, ആരോഗ്യം സംരക്ഷിക്കുക. അരി ഭക്ഷണം കുറയ്ക്കുക, പഞ്ചസാര കുറയ്ക്കുക. പഞ്ചസാര എന്ന് പറഞ്ഞ കെമിക്കലാണ്. ആ പഞ്ചസാര കുറയ്ക്കുമ്പോൾ തൂക്കം കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് തൂക്കം കുറയും. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര കുറയ്ക്കണം. അതുപോലെ തന്നെ അരി ഭക്ഷണം കുറച്ചാൽ ബ്ലോക്ക് കുറയാൻ സാധ്യതയുണ്ട്. അരി ഭക്ഷണം എത്രയോ കുറയ്ക്കാൻ പറ്റുന്നോ കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാത്രി 10 മണിക്കുള്ളിൽ ഉറങ്ങുക, പുലർച്ചെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക. ഇന്ന് എനിക്കിപ്പോൾ ഇത്തിരി തിരക്കുള്ളത് കൊണ്ട്, ഇന്ന് ഇലക്ഷനൊക്കെയാണ്, അപ്പോൾ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പ്രജകളെ കാണുന്നത് ഇന്നാണ് ഞാൻ. അപ്പോൾ പ്രജകളായിട്ട് സംസാരിക്കാനും അവരുടെ സുഖ അന്വേഷണങ്ങൾ പങ്കുകൊള്ളുവാനും അവരുടെ സുഖക്ഷേമങ്ങൾ അന്വേഷിക്കാനും അവർക്ക് എൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് ഇന്ന് കണ്ടുകിട്ടുന്ന സമയം എൻ്റെ മുറ്റത്ത് ബൂത്താണ്, പള്ളിയാണ്, പള്ളിയുടെ അടുത്ത് ബൂത്താണ്. അപ്പോൾ ആ ബൂത്തിൻ്റെ അവിടെ ഇത്തിരിയാരൊക്കെ ചെന്ന് നിൽക്കും. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു നേരം പോക്കിന് ഒരു സന്തോഷം പങ്കുവയ്ക്കാനുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ അവരുടെ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ പണി ചെയ്യുന്നത്. ഇത് കാണുക, നിങ്ങൾ ആസ്വദിക്കുക, മറ്റുള്ളവരെ കണ്ടുപഠിപ്പിക്കുക. അതെ ഈ കുടിക്കുന്നത് നിങ്ങൾ കണ്ടോ, വെറുതെ പറയുന്നതല്ലാതെ. ദേ ഇതാണ് കപ്പ്. ദേ ഒരു 1/2 ലിറ്ററിന് മേലെ കുടിച്ചു. ഈ വെള്ളം കുടിക്കുന്നത് വളരെ ഔഷധ ഗുണമാണ്. ഈ നീര് ആയിക്കോട്ടെ വെള്ളം കൂട്ടി കുടിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാം, രോഗങ്ങൾ മാറിക്കിട്ടും.